എന്താണ് ഉണ്ടായതെന്നും കൂടി ഞാൻ എൻ്റെ ഒരു ഊഹത്തിൽ ഞാൻ പറഞ്ഞുതരാം. അവർ ലോറീനെ മാത്രമാണ് അവർ കാണിക്കുന്നത് ന്യൂസ് കേട്ടോ. ആ ലോറി ഏത് വഴി വന്നു, ലോറി ഡിവൈഡർ എങ്ങനെ തകർത്തു സാറ് പറയണ്ടായി. പിന്നെ എന്താ ഇനി രാത്രി പെട്രോളിങ് വരും, ലോറി ഡ്രൈവർമാരെ മദ്യപിച്ചിട്ടുണ്ടോ, പിന്നെ അത് എങ്ങനെയാണ് അവർ ഏത് രീതിയിലാണ് എന്നൊക്കെ അവർ പരിശോധിക്കും. അപ്പോൾ 5 ജീവൻ പോകേണ്ടി വന്നു പരിശോധിക്കണമെങ്കിൽ. പിന്നെ അത് മാത്രമല്ല കേട്ടോ, ഈ പാലം പണി നടക്കുമ്പോഴേ അവിടെ ഈ വേസ്റ്റുകൾ ഉണ്ടാവും. ചിലപ്പോൾ വേസ്റ്റുകൾ പറഞ്ഞു കഴിഞ്ഞാൽ ചാക്ക്, ടാർപ്പായ, അതേപോലെ ഈ പണി സാമഗ്രികൾ ഒക്കെ ഉണ്ടാവും. അതൊക്കെ അങ്ങോട്ടും കൂടെ ഒക്കെ ചെതറി കിടക്കുന്നുണ്ടാവും. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇവർ അതാവുമെന്ന് കരുതിയിട്ടുണ്ടാവും. കാരണം അത് മാത്രമല്ല കേട്ടോ, ഈ ലോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉയരത്തിലിരുന്നിട്ടാണ് ഡ്രൈവ് ചെയ്യുക. അപ്പോൾ നമുക്ക് താഴെയുള്ള കാഴ്ചകൾ നമുക്ക് പകല് വ്യക്തമായിട്ട് കാണാൻ കഴിയുള്ളൂ, രാത്രി അത്ര വ്യക്തമായിട്ട് കാണാൻ പറ്റില്ല. ഈ ചെറിയ സമയമാണ് കേട്ടോ നിങ്ങളുടെ ക്ഷമ. ആ ക്ഷമയിൽ നിങ്ങൾ ഒരിക്കലും മാനസിക നില തെറ്റിക്കരുത്. വാഹനമാണ് എന്നുള്ള, നിങ്ങളെ കയ്യിൽ വാഹനമാണ് എന്നുള്ളൊരു ബോധം എപ്പോഴും വേണം. അതുമാത്രമല്ല മറ്റുള്ളവർക്കും കൂടി ജീവിതം ഉണ്ട്, ജീവൻ ഉണ്ടെന്നും കൂടി നിങ്ങൾ ചിന്തിക്കണം. ഹൈവേ പോലീസുകാരും ഉറങ്ങാണ്. കാരണം അവര് പക്ഷെ ഇവിടെ നമ്മുടെ ഈ മണ്ണാർക്കാട് ഭാഗത്തൊന്നും പിന്നെ അപകടങ്ങളുടെ ഒരു ഇതൊന്നും കേൾക്കാറില്ല. അത് കൂടുതൽ എന്താ അറിയോ, ഇവിടെയൊക്കെ രാത്രി ഫുള്ള് നൈറ്റ് പെട്രോളിംഗ് ഉണ്ട് ഇവിടുത്തെ മണ്ണാർക്കാട് പോലീസുകാർ. രാത്രി ഫുള്ള് സമയമുണ്ട് എന്നാണ് എൻ്റെ അറിവ്. കാരണം നമസ്കാരം ഉണ്ട് കേട്ടോ. ഇന്നിപ്പോൾ തൃശ്ശൂരിൽ ലോറി കയറിയിട്ട് 5 ആൾക്കാർ മരിക്കണ്ടായി. ഇതിലാരാണ് ഉത്തരവാദി, ആരാണ് തെറ്റുകാർ, ആരോടാണ് പറയുക, അതൊന്നും ഇപ്പോൾ നമ്മുടെ മലയാളികൾ തന്നെ സ്വയം ചിന്തിക്കുന്ന കാര്യമാണ്. ഇപ്പോൾ പിന്നെ ഡിവൈഡർ തകർത്തിട്ട് ലോറി പിന്നെ ആളുകളുടെ ദേഹത്തൂടെ, ഉറങ്ങിക്കിടക്കുന്ന നാടോടി സ്ത്രീകളുടെ ദേഹത്തൂടെ കയറ്റി എന്നാണ് പറയണത്. ശരിക്കും എന്താണ് ഉണ്ടായതെന്ന് ആർക്കും അറിയില്ല. പിന്നെ അത് മാത്രമല്ല, ലോറി ഡ്രൈവറല്ല അത്ര ഓടിച്ചിരുന്നത്, ലോറിയിലത്തെ ക്ലീനറാണ് വാഹനം ഓടിച്ചിരുന്നത്. അത് മാത്രമല്ല അയാൾ മദ്യലഹരിയിലായിരുന്നു എന്നാണ് പറയണത്. അപ്പോൾ ഇതൊക്കെ പാടെ കൂടിയിട്ട് ന്യൂസുകാർ കുറേ വളച്ചൊടിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ പിന്നെ നമുക്കിപ്പോൾ ഈ മണ്ണാർക്കാട് നിന്ന് തൃശ്ശൂർ നാട്ടിലേക്ക് എത്തണമെങ്കിൽ എന്തായാലും എത്തില്ല. എന്തായാലും അപകടം ഉണ്ടാകുന്ന സമയത്തൊന്നും എത്താൻ പറ്റില്ല. അപ്പോൾ ശരിക്കും എന്താണ് ഉണ്ടായതെന്നും കൂടി ഞാൻ എൻ്റെ ഒരു ഊഹത്തിൽ ഞാൻ പറഞ്ഞുതരാം. അവർ ലോറീനെ മാത്രമാണ് അവർ കാണിക്കുന്നത് ന്യൂസ് കേട്ടോ. ആ ലോറി ഏത് വഴി വന്നു, ലോറി ഡിവൈഡർ എങ്ങനെ തകർത്തു, അതേപോലെ ആ ലോറി വരാണ്ടായ കാരണം കൂടി ഈ ന്യൂസുകാർ പറയണം. കാരണം കണ്ണൂരിൽ നിന്നാണ് ആ വണ്ടി വന്നത്, തടി കയറ്റിയ ലോറിയാണ്. അപ്പോൾ നല്ല ഏകദേശം ലോറിക്കൊക്കെ 12, 13, 15 ടണ്ണ് വരെ ഭാരമുണ്ടാവും തടി കയറ്റിയ. അപ്പോൾ അതൊക്കെ ഫ്രണ്ട് വീല് കയറിയാലും ബാക്ക് വീല് കയറിയാലും ഒരേ ഭാരം തന്നെയാവും. അപ്പോൾ മനഃപൂർവ്വമായിട്ടുള്ള നരഹത്യക്ക് കേസെടുക്കുന്നതാണ് പറയുന്നത്. പിന്നെ അത് മാത്രമല്ല, ലോറിയുടെ രജിസ്ട്രേഷൻ റദ്ദാക്കുന്നതാണ് പറയുന്നത്. വാഹനത്തിലെ അതേമാതിരി ഡ്രൈവറെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യും. ക്ലീനർക്ക് ലൈസൻസ് ഇല്ലാത്തതുകൊണ്ട് പിന്നെ എത്ര പ്രകാരം കേസ് എടുക്കുന്നതാണ് പറയുന്നത്. അതൊക്കെ അവിടെ നിൽക്കട്ടെ.
നമ്മുടെ ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ സാറിൻ്റെ അടുത്ത് പറയാനുള്ളത്, നമ്മുടെ റോഡിൽ, കേരളത്തിലെ റോഡിൽ എന്ത് സൈൻ ബോർഡുകളാണ് നിങ്ങൾ സ്ഥാപിച്ചിട്ടുള്ളത്? ഇനി സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് കാണത്തക്ക രീതിയിൽ ആണോ റോഡിൽ വെച്ചിട്ടുള്ളത്? അത് മാത്രമല്ല, ഓരോ സൈൻ ബോർഡുകൾ ഉണ്ടെങ്കിലും അത് കാട് പിടിച്ച് ഇല്ലെങ്കിൽ ഒരു വാഹനത്തിൻ്റെ ഡ്രൈവർക്ക് നേരെ കാണാൻ പറ്റാത്ത രീതിയിലാണ് അത് കൂടുതലുണ്ടായിട്ടുണ്ടാവുക. പിന്നെ ഈ ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാർക്ക് ശരിക്കും എന്താണ് ഡ്രൈവിങ് എന്ന് പോലും അറിയാത്ത കുറേ ഡ്രൈവേഴ്സ് ഉണ്ട് കൂടുതലും. പിന്നെ അത് മാത്രമല്ല, രാത്രിയിൽ അവിടെ പെട്രോളിങ്ങിലുള്ള ഹൈവേ പോലീസുകാരുണ്ടാവും, നൈറ്റ് പെട്രോളിങ്ങുള്ള. ഈ 4 മണിക്ക് ഇപ്പോൾ സാധാരണ റോഡിൽ കിടന്ന് ഉറങ്ങണ നാടോടി ആയാലും വേണ്ട, പിന്നെ മലയാളി ആയാലും വേണ്ട, ബംഗാളി ആയാലും വേണ്ട, പിന്നെ അവരെ വിളിച്ചുണർത്താൻ ഈ പോലീസുകാർക്ക് പിന്നെ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ വളരെ എന്താ പറയുക, വളരെ ദുഃഖകരമായൊരു കാര്യം തന്നെയാണ് അതിൽ കാണുന്നത്. പിന്നെ ഇപ്പോൾ ഗണേഷ് കുമാർ സാറ് പറയണ്ടായി, പിന്നെ എന്താ, ഇനി രാത്രി പെട്രോളിങ് വരും, ലോറി ഡ്രൈവർമാരെ മദ്യപിച്ചിട്ടുണ്ടോ, പിന്നെ അത് എങ്ങനെയാണ് അവർ, ഏത് രീതിയിലാണ് എന്നൊക്കെ അവർ പരിശോധിക്കും. അപ്പോൾ 5 ജീവൻ പോകേണ്ടി വന്നു പരിശോധിക്കണമെങ്കിൽ. ഇനിയിപ്പോൾ അവരെ എന്തോ ഒരു പിന്നെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു സ്പെഷ്യൽ എന്താ പറയുക പ്രോഗ്രാമോ എന്തൊരു സംഭവം ഉണ്ട് പറഞ്ഞു മുമ്പ്. അത് ആദ്യം നിങ്ങൾ നടപ്പിലാക്കണം. നിങ്ങളിപ്പോൾ തന്നെ ചർച്ച ചെയ്ത് എന്താണ് ഇതിൽ ഉള്ളത്, എന്താണ് ഇതിൽ പറയേണ്ടതെന്ന് അറിയില്ല. റോഡ് അവിടെ മേമ്പാലത്തിൻ്റെ എതിർ വശത്ത് കൂടെയാണ് ലോറി പോയിനെന്നാണ് പറഞ്ഞത്. പക്ഷേ നിങ്ങളത് ആദ്യം തന്നെ അത് പരിശോധിക്കേണ്ടിയിരുന്നു. പിന്നെ അത് മാത്രമല്ല, അവിടെ സൈൻ ബോർഡുകൾ റോഡ് ക്ലോസ് ആണ്, ഇത് പാലം പണി നടക്കുകയാണ് എന്നുള്ള ഡിവൈഡർ പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഡിവൈഡറോ ഇല്ലെങ്കിൽ ചെറിയൊരു ഡിവൈഡർ മാത്രമേ ഉണ്ടാവുള്ളൂ. അത് അവിടെ റോഡ് ബ്ലോക്ക് ക്ലോസ്ഡ് ആണെങ്കിൽ അവിടെ വലിയ ഈ കോൺക്രീറ്റിൻ്റെ ഡിവൈഡർ ഉണ്ടല്ലോ, അത് വെക്കണം ശരിക്ക്. അതല്ലേ ചെയ്യേണ്ടത്. ഇത് എല്ലാവരും അങ്ങനെയല്ലേ പറയണത്. പിന്നെ നമുക്കിപ്പോൾ പലരും പല രീതിയിലല്ലേ. ഞാൻ പറയുമ്പോൾ അവിടെ ഡിവൈഡറിൽ റിഫ്ലക്ടറുകളൊന്നും വെച്ചിട്ടുണ്ടാവില്ല. അതായത് രാത്രിയാണല്ലോ നമുക്ക് റിഫ്ലക്ടറിൻ്റെ ആവശ്യം വരിക. അപ്പോൾ ഈ ലൈറ്റ് അടിക്കുമ്പോൾ ഈ സംഭവം വർക്ക് ചെയ്തിട്ടുണ്ടാവില്ല. പിന്നെ അവിടെ റോഡ് ക്ലോസ്ഡ് എന്നുള്ളത് ഒരു ബോർഡും വെച്ചിട്ടുണ്ടാവില്ല. അതാവും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവുക. പിന്നെ കണ്ണൂരിൽ നിന്ന് തൃശ്ശൂരിക്കുള്ള വേറെ ഏതോ റോഡിൽ കയറാനാണ് ഇവർ ശ്രമിച്ചിട്ട് ഉണ്ടാവുക. അപ്പോൾ പിന്നെ അത് മാത്രമല്ല കേട്ടോ, ഈ പാലം പണി നടക്കുമ്പോഴേ അവിടെ ഈ വേസ്റ്റുകൾ ഉണ്ടാവും. ചിലപ്പോൾ വേസ്റ്റുകൾ പറഞ്ഞു കഴിഞ്ഞാൽ ചാക്ക്, ടാർപ്പായ, അതേപോലെ ഈ പണി സാമഗ്രികൾ ഒക്കെ ഉണ്ടാവും. അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെതറി കിടക്കുന്നുണ്ടാവും. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇവർ അതാവൊന്ന് കരുതിയിട്ടുണ്ടാവും. കാരണം അത് മാത്രമല്ല കേട്ടോ, ഈ ലോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉയരത്തിലിരുന്നിട്ടാണ് ഡ്രൈവ് ചെയ്യുക. അപ്പോൾ നമുക്ക് താഴെയുള്ള കാഴ്ചകൾ നമുക്ക് പകല് വ്യക്തമായിട്ട് കാണാൻ കഴിയുള്ളൂ, രാത്രി അത്ര വ്യക്തമായിട്ട് കാണാൻ പറ്റില്ല. പിന്നെ ഈ മരം കയറ്റി വരുന്ന ലോറി പറഞ്ഞു കഴിഞ്ഞാൽ 12, 13 ടണ്ണ്, 15 ടണ്ണ് വരെ ഭാരം ഉണ്ടാവും ആ വണ്ടിക്ക്. അപ്പോൾ ആ വണ്ടിയൊക്കെ കയറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കണ്ട. അപ്പോൾ ഇതിൽ ഗണേഷ് കുമാർ സാറ് പിന്നെയും പറഞ്ഞു, പിന്നെ സസ്പെൻഡ് ചെയ്യും, അത് ചെയ്യും, ഇത് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട്. അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. ഇനി അവർ രാത്രി പെട്രോളിങ് ഇറങ്ങിയിട്ട് പോയ ജീവൻ തിരിച്ചു കിട്ടുമോ? ഹൈവേ പോലീസുകാർ ശരിക്ക് ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. കാരണം ഇതൊക്കെ ശരിക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. കാരണമില്ലാത്ത കാര്യങ്ങൾക്കൊക്കെ ഗവൺമെൻറ് എല്ലാത്തിനും പിഴ കൊടുക്കുന്നുണ്ട്. ഇതിനൊക്കെ ആരെയാണ് പറയേണ്ടത്? ഇതിനാരാണ് പിഴ ചുമത്തേണ്ടത്? പിന്നെ ഇവർക്ക് ധനസഹായം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ധനസഹായം കൊടുത്തേ എനിക്ക് തോന്നുന്നില്ല കൊടുക്കുന്നത്. കാരണം വയനാട് ദുരന്തത്തിൽ നമ്മുടെ പിണറായി വിജയൻ പറയണ്ടായി, ശവങ്ങൾ മറവ് ചെയ്യാൻ എത്ര 11 കോടി റുപ്യോ അങ്ങനെ എന്തോ പറയണ്ടായി. അപ്പോൾ അത്രയും കള്ളത്തരം ചെയ്യുന്ന ഒരാൾ ഇപ്പോൾ ഈ മരിച്ചുപോയ ആൾക്കാർക്ക് ചെയ്യുമോ? എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ അവർ കേൾക്കണം. കേട്ടിട്ട് പിന്നെ
കൊല്ലണം, എങ്ങനെയായാലും കൊല്ലണം, എങ്ങനെയായാലും നമ്മൾ ഒരു ദിവസം മരിക്കണം. അതിപ്പോൾ നാട്ടിൽ നിന്നായാലും കാട്ടിൽ നിന്നായാലും റോഡിൽ നിന്നായാലും നമ്മൾ മരിക്കേണ്ട ആൾ തന്നെയാണ്. കാരണം എനിക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ കണ്ടു മടുത്തു. ജീവിതത്തിൽ എന്താ പറയുക, വെറുപ്പ്, ഒരു തരം മരവിപ്പ് തോന്നുകയാണ്.